എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഗൾഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയില്ല. അങ്ങനെ ഞാൻ ഇന്ത്യൻ എംബസിയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവരെൻ്റെ ഈ നെറ്റിയുടെ മുഴ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ അറബിച്ച് ഇടിച്ചിട്ട് വന്നത് എന്താ കാരണം എന്ന് ചോദിച്ചുട്ടാ. അപ്പം ഞാൻ പറഞ്ഞു മിറ്റടിക്കുമ്പോൾ ചെറിയൊരു മണലിൻ്റെ തരി അത് കണ്ടു. അപ്പോൾ അതിന് അവൾ രണ്ടാമത് അടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വലിയൊരു ചൂല് വാങ്ങാൻ. അത് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ എന്നെ അകത്തേക്ക് പിടിച്ച് വലിച്ചിട്ട് അടിച്ച് തവിട്ട് പൊടിയാക്കി. പിന്നെ എന്നെ നെറ്റിയും വരെ ഒറ്റ ഇടിച്ചപ്പോൾ എനിക്ക് മരണവെപ്രാളായി. അപ്പം ഞാൻ ഇവിടേക്ക് വരാനും അതാണ്. അപ്പോൾ അവൾക്ക് ലാൻഡ് ഫോൺ വന്ന് അവൾ പോയ സമയത്താണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ എംബസിക്കാർ നമ്മളെ ഇന്ത്യക്കാരെ രക്ഷിക്കണതാണല്ലോ, അങ്ങനെ ആണ് ഇവിടേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയാണ് ഈ വീട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു റിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പോൾ വീട് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് റിയാൻ എന്നല്ല അറിയുള്ളൂ, വീട് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞേ അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ശരി എന്നും പറഞ്ഞു ഒരു ജീപ്പ് വണ്ടി എടുത്തു എന്നെ കയറ്റി. അതിൽ അവിടുത്തെ ജോലിക്കാരും മലയാളിയും ഹിന്ദി അറിയുന്നവരൊക്കെ ആയിട്ട് കയറി റിയാൻ പോലീസ് സ്റ്റേഷനിൽ വന്നു കേട്ടോ. റിയാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് SI ആയിട്ട് അവർ സംസാരിച്ചു. അവർ SIയോട് പറഞ്ഞു എന്തിനാ ഇന്ത്യക്കാരീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇടിച്ച് തകർത്തത്, വേണ്ടെങ്കിൽ കയറ്റി വിടണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്പോൺസറെ അറബിനെ വിളിക്കണം, വിളിച്ചു കഴിഞ്ഞ് ഇത് തടത്തിപ്പാക്കണം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഇവർ അവസരമൊക്കെ എഴുതി കൊടുത്തിട്ട് എംബസിക്കാർ പോയി കഴിഞ്ഞപ്പോൾ ഈ SI എന്നോട് ചോദിച്ചു, അറബിയിൽ ഇനി SI എന്നോട് ചോദിച്ചു എന്താ കാരണം. ഞാൻ പറഞ്ഞു ഇന്ന മാതിരിയാണ് കാരണം. എന്നാൽ ശരിയെന്നും പറഞ്ഞ് എന്നോട് വനിതാ പോലീസുകാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കൊരു വനിതാ പോലീസ് എന്നെ വന്ന് കൊണ്ടുപോയി. അവരൊക്കെ അറബി പെണ്ണുങ്ങൾ അറബിച്ചോളം ഉണ്ടോ പോലീസുകാർ. എന്നെ കൊണ്ടുപോയി അവരുടെ റൂമിലിരുത്തി. അങ്ങനെ എൻ്റെ സ്പോൺസർ റഷീദിന് ഫോൺ ചെയ്തു. അവൻ സെക്യൂരിറ്റി പണിക്ക് നിൽക്കണം സ്കൂൾ ആസ്പത്രിയിൽ. അങ്ങനെ അവനെ വിളിച്ചു. അവൻ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെയും വിളിച്ചു. ഞാൻ SIയുടെ അടുത്ത് ചെന്നു. അപ്പോൾ SIയുടെ അടുത്ത് ചെന്നപ്പോൾ SI അവനോട് ചോദിച്ചു എന്താ ഇതിങ്ങനെ ഹദ്ദാമയുടെ നെറ്റിയും എന്തെങ്ങനെ കാണിച്ചു വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടും, അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഭാര്യ തന്നെയൊന്നല്ല, എന്നെ ഇവനും അതേ ചാട്ടവാർക്കടിച്ച് എന്നെ പഞ്ഞിക്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ എന്നിട്ട് ഓഫീസിലോടി പോയി അവിടെ നിന്ന് വന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അറബി പറഞ്ഞു അയ്യോ ലൈല ഇനി മേലാക്ക ഉണ്ടാവില്ല, ലൈല വീട്ടിൽ വായോ. ഞാൻ പറഞ്ഞു നിൻ്റെ വീട്ടിലേക്ക് വരില്ല, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല, എനിക്ക് നാട്ടിൽ പോകണം. അങ്ങനെ പറഞ്ഞു. അവിടെ വാശി പിടിച്ചപ്പോൾ SI ചോദിച്ചു നാട്ടിൽ എന്നാണ് ഉറപ്പാണ് അതേന്ന് ചോദിച്ചു. അവരൊക്കെ ഒരു സെറ്റാണല്ലോ. നമ്മൾ എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 4 മാസത്തെ ശമ്പളം തരാനുണ്ട്, എനിക്ക് ടിക്കറ്റ് വേണം, പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇപ്പോൾ തരാൻ ഒരു മാർഗ്ഗമില്ല, എനിക്ക് പൈസ ഇല്ല, ഞാൻ കഷ്ടത്തിലായിട്ട് ഇരിക്കുന്നു, ഞാൻ സെക്യൂരിറ്റി പണിക്ക് പോകണം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കെൻ്റെ 4 മാസത്തെ ശമ്പളവും ടിക്കറ്റൊക്കെ തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ പിന്നെ മനസ്സ് മാറുമെന്ന് അറിയാൻ വീണ്ടും ഇവൻ പോയി കഴിഞ്ഞിട്ട് അന്ന് വന്നില്ല. പിറ്റേ ദിവസം ഈ SIയെ വിളിച്ചപ്പോൾ വന്നു. മനസ്സ് മാറിയൊന്നറിയണ്ടായില്ല, വായിലായില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ പഹീദേനെ ഞാൻ തല്ലിക്കോളാം, ഇനി മേലാക്കുണ്ടാവില്ല, ഇല്ല എന്നിൻ്റെ വീട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പൈസ ആവട്ടെ അപ്പോൾ ടിക്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നാലാമത്തെ ദിവസം ഇതുപോലെ സ്പോൺസർ വന്നപ്പോൾ എന്നോട് SIയെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉമ്മറത്തോടൊക്കെ നടന്ന് അങ്ങോട്ട് പോകണട്ടാണ്. അപ്പോൾ നടന്ന് പോവാം. അപ്പം എൻ്റെ മുന്നിൽ ഒരു മലയാളി പ്രത്യക്ഷപ്പെട്ട വരി ഒരു മലയാളി. അപ്പോൾ എന്നോട് പറയണം അതേ ഈ നെറ്റിയമ്മലത്തെ മുഴയ്ക്ക് 2000 റിയാൽ ചോദിച്ചോളോട്ടാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കക്ഷി എവിടേക്കാണ് പോയെന്ന് എനിക്കറിയില്ല. അവിടെയാണെങ്കിൽ മലയാളികൾക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഞാനിങ്ങനെ പതുക്കെ ആലോചിച്ച് SIയുടെ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ലൈല മനസ്സൊക്കെ മാറിയ ഇനി റഷീദിൻ്റെ വീട്ടിലേക്ക് പോകണ്ടെന്ന് ചോദിച്ചു. ഇല്ല സാറേ ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മുഴ കണ്ട ഈ മുഴയ്ക്ക് എനിക്ക് 2000 റിയാൽ വേണമെന്ന് പറഞ്ഞു ചേട്ടാ. അപ്പോൾ SI ഞെട്ടി. അപ്പോൾ SI 2000 റിയാൽ 2000 റിയാൽ വേണം, എനിക്ക് നാട്ടിൽ ചെന്ന് ഡോക്ടറെയൊക്കെ കണ്ടതാണ്, ഇവിടുത്തെ പോലെയല്ല, അവിടെ ചെന്ന് എനിക്ക് 4 മക്കളാണ്, ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിക്കണം, ഇവിടെ ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു. ഇവിടെയും കാണണം, എനിക്ക് അവിടെയും പോകണം, എനിക്ക് 2000 റിയാൽ തരാണ്ട് പറ്റില്ല അത് ഞാൻ അപ്പോൾ പറഞ്ഞു.
അതാ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് വൈകുന്നേരമായി വീണ്ടും റാഷീദിനെ വിളിച്ചു. അങ്ങനെ പിന്നെയും റാഷീദ് വന്നു. അപ്പോൾ റാഷീദ് വന്നിട്ട് വീണ്ടും റാഷീദ് മനസ്സ് മറിയുന്നപ്പോൾ റാഷീദിനോട് SI പറഞ്ഞു, ദേ ഹദ്ദാവ 2000 റിയാൽ ചോദിക്കേണ്ടത് നെറ്റിയിൽ തമുഴ കണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു റാഷീദ് പറഞ്ഞു തരാൻ പറ്റില്ല, എൻ്റെ തീരെ മാർഗമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ കേസാക്കില്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങോട്ട് തറക്കിച്ചു, നീ കേസാക്കിക്കോ നിനക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഇനി ഞാൻ അടുത്ത ഭാഗം നാളെ പറയാം കേട്ടാ. ഓക്കെ, നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു ചാറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ.